ബേണി ഇഗ്നിഷ് സാറാണ് ആക്ച്വലി ആദ്യമായിട്ട് വെട്ടം എന്ന് പറഞ്ഞ പടത്തില് എന്റെ വോയിസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഐ ലവ് യു ഡിസംബർ എന്ന് പറഞ്ഞ പാട്ടില് ഒരു 2 വരിയേ ഉള്ളൂ. പക്ഷെ ബേണി സാറും ഇഗ്നിഷ് സാറും ആണ് ആക്ച്വലി മലയാളം ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയാണ് അൽഫോൺസ് ചേട്ടൻ മഞ്ഞുപോലൊരു പെൺകുട്ടിയിൽ പാടാൻ വിളിക്കുന്നത്. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ആരുടെയൊക്കെ മ്യൂസിക്കിൽ പാടിയായിരുന്നു? ഞാന് ബേണി സാർ, അൽഫോൺസ് ചേട്ടൻ, ഔസേപ്പച്ചൻ സാറ്, ഗോപി ചേട്ടൻ, ബിജിയേട്ടൻ, റഹ്മാൻ സാറ്, വിദ്യാസാഗർ സാറ്, ഹാരിസ് ജയരാജ്, അങ്ങനെ. അപ്പൊ ഈ തമിഴിലും കുറെ പാടി? തമിഴിൽ പാടിയിട്ടുണ്ട്. കുറെ പാടി? കുറെ എന്നല്ല, പക്ഷെ പാടിയിട്ടുണ്ട്. മലയാളം, തമിഴ്? മലയാളം, തമിഴ്, തെലുഗു, തെലുഗു, കന്നഡ, ഹിന്ദി. ഓ, ഇന്ന് വേണ്ട. കലക്കാണ് അല്ലേ? റേസിസം ഒരുപാട് ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? റേസിസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബേസിക്കലി കുറച്ച് നിറം കുറഞ്ഞതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല. ചെറുപ്പത്തില് ഓബ്വിയസ്ലി സൊസൈറ്റി കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള നിറം കുറവായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ തടി കൂടുതലായിട്ടുള്ള ആൾക്കാരെയും ട്രീറ്റ് ചെയ്തതിന്റെ കുറച്ച് പരിണിത ഫലങ്ങൾ എന്നെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കരകയറി മുന്നേറി വന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, കാരണം ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. അല്ല, അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമില്ല. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളത് ഗ്രേസ് ആണ്. ഒരു പാട്ടുകാരനെ എടുത്തു നോക്കാം. ഇപ്പം നല്ല വെളുത്തൊരു പാട്ടുകാരൻ അപശ്രുതി പാടിക്കഴിഞ്ഞാൽ ശരിയാവും? ഇല്ല. നല്ല കറുത്തൊരു പാട്ടുകാരൻ അപശ്രുതി പാടിയാൽ ശരിയാവും? ഇല്ല. ഇവർ രണ്ടുപേരും ശ്രുതി ശുദ്ധമായിട്ട് പാടിയല്ലേ പാട്ടാകത്തുള്ളൂ. അതെ. അപ്പൊ എന്താണ് വ്യത്യാസം? ഇല്ല, അത് ശ്രീയേടൻ അത് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിരുന്നു. ഇൻ ദ സെൻസ് നിറം കുറഞ്ഞത് എന്ന പേരിലുകൊണ്ട് മാത്രം ഡാൻസ് മാസ്റ്റർ സെലക്ട് ചെയ്തിട്ടും ആക്ച്വലി കളറ് കുറവാ നിനക്ക്, അതുകൊണ്ട് ബാക്കി കുട്ടികളെ പോലെ വെളുപ്പില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഡാൻസ് തന്നെ പുറത്താക്കിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി അങ്ങനെ വരരുത് എന്നുള്ളൊരു മനസ്സിൽ ഇത് വെച്ചിട്ടായിരുന്നു. അല്ല, ഇപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുറെ മാറി വരുന്നുണ്ട്, കുറെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ. ഞാൻ 1 മാസത്തിന് മുമ്പ് കാണുന്ന ഒരു പയ്യനോ പെണ്ണോ അല്ല, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് കാണുമ്പോൾ സയൻ്റെ ഡ്രസ്സ് പണ്ടുള്ള സ്റ്റൈലല്ല, മാറിയിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങി അല്ലേ? അതിനൊരുപാട് പേര് വിമർശനങ്ങളായിട്ട് വന്നു. എന്തിനാണ്? ഞാൻ പണ്ട് മുതലേ ഷോർട്സ് ഇടലുണ്ട്, പക്ഷെ ആരും കാണാറില്ലല്ലേ? ഇല്ല, വീട്ടിലിടുന്ന ആരും കാണൂലല്ലോ. അതൊക്കെ വെളിയിലും കൂടി ഇട്ട് അത്രയല്ലേ ഉള്ളൂ. വെളിയിലിട്ടിട്ടില്ല, അതൊരു വീഡിയോ എടുത്തിട്ട് ഭാവന എല്ലാരും ഉണ്ടായിരുന്നു. അവര് എല്ലാരും വീട്ടിൽ വന്ന ദിവസം ഇട്ടൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ കുറച്ച് എല്ലാവരും എടുത്തൊന്ന് ഇട്ട് കൊടഞ്ഞ്. എന്തിനാണ് ഇടുന്നത് അല്ലേ? പിന്നെ അപ്പൊ പിറ്റേന്ന് ഞാൻ വേറെ തന്നെ ഒരു ട്രൗസർ ഇട്ടിട്ടുള്ള ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. വാശിക്കാരിയാണല്ലേ? അതെ, ദേഷ്യക്കാരിയാണ്. എന്തിനാണ് കൂടുതൽ ദേഷ്യം വരുന്നത്? എന്ത് ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? എനിക്കറിയില്ല. അത് ദേഷ്യം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന പോലെ എനിക്കറിയില്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, എനിക്ക് ദേഷ്യം വരും. പിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. സത്യത്തില് ഞാൻ ദേഷ്യം പിടിക്കുന്നത് എന്റെ വളരെ അടുത്ത ആൾക്കാരുടെ അടുത്താണ്. ഈ അടുത്ത ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടുകാരികൾ ആരൊക്കെയാണ്? ഇപ്പൊ ഭാവന ആണെന്ന് പറഞ്ഞു, പിന്നെ അടുത്ത ആരാണ്? നിങ്ങളുടെ ഗ്രൂപ്പ് ആരാണ്? നമ്മളെ ഗ്രൂപ്പില് ഭാവന ഉണ്ട്, മൃദുല ഉണ്ട്. മൃദുല വാര്യർ അല്ല, മൃദുല മുരളി. അയാൾ ഞാനല്ല അഭിനയിച്ച. മൃദുല ഉണ്ട്, ശില്പ ബാല ഉണ്ട്. ശില്പ ബാല, ഓക്കെ. എന്റെ കൂടെ ഒരു 5 വർഷം ഇത് ചെയ്താണ്, എന്താണ്, കോമഡി. അതെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രമ്യ നമ്പീശൻ. രമ്യ എന്റെ കൂടെ കുറെ പ്രോഗ്രാംസിനൊക്കെ വന്നു. രമ്യയുടെ അച്ഛനും ഞാനുമായിട്ട് വളരെ ക്ലോസ് ആണ്. അതെ. പിന്നെ പിന്നെ ഷഫ്ന ഉണ്ട്. അറിയില്ല, കഥ പറയുമ്പോഴൊക്കെ അഭിനയിച്ച ഷഫ്ന. പിന്നെ പഞ്ചായുള്ളൂ, പിന്നെ ഞാന്. ആ ഗ്യാങ് അതാണ്. നിങ്ങളുടെ ഗ്യാങ് ഇത്രയും പേരാണ്? അതെ അതെ. ഓക്കെ. 6 പേരും കൂടെ വൈകുന്നേരം കൂടുന്നു അല്ലേ? എന്താണ് അടിക്കുന്നത്? ഇതാണോ ഉദ്ദേശിച്ചത്? അയ്യല്ല,
അങ്ങനല്ല, ആരെ അടിക്കുന്നത്? അതല്ല, നമ്മൾ എന്ത് പഠിക്കും? എന്ത് പഠിക്കും? എന്ത് പഠിക്കും? എന്തായാലും ലൈം ജ്യൂസ് എന്തായാലും കഴിക്കുമല്ലോ. ലൈം ജ്യൂസ് ഉറപ്പായിട്ട് കഴിക്കും. വെരി ഗുഡ്. ലൈം ജ്യൂസിന്റെ കൂടാൻ പറ്റും, പല സാധനങ്ങൾ മിക്സ് ചെയ്യുന്നു മാത്രം. സി, ലൈഫ് ഒന്നേ ഉള്ളൂ. ഓക്കെ, എൻജോയ്മെന്റ് ആണ് വലുത്. ഇപ്പൊ കോവിഡ് വന്നപ്പോ കുറെ പേർക്ക് മനസ്സിലായത്. അതെ. കാരണം ഈ പണം ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല, അടിച്ച് പൊളിക്കുക, എപ്പോഴാണ് ഫ്യൂസ് പോകണമെന്ന് അറിയത്തില്ല. അതെ, പൈസ കുറച്ച് എടുത്തു വെക്കാനും പഠിച്ച് സത്യത്തില്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ അടിച്ച് പൊളിക്കുക. ഓക്കെ.